അസ്സലാമലൈക്കും. എല്ലാവർക്കും ഐവാ സേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കബ്സയാട്ടോ. ബീഫ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ കബ്സ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബീഫ് വെച്ചിട്ട് കബ്സ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പം ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചതാട്ടോ ബീഫ് ആദ്യം തന്നെ. അപ്പം നമ്മൾ എല്ലോട് കൂടെയുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ വേവിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ 3/4 ഭാഗമാണ് ബീഫിനെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ പീസായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി 3 പച്ചമുളകാണ്. അത് അരിയേണ്ട ആവശ്യമില്ല, നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇടാൻ പോകുന്നത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയും 5 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെറിയ ജീരകം കേട്ടോ. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 ഏലക്കായാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ പച്ചമല്ലി അത് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 3 കറാമ്പൂവ്, 2 ചെറിയ പീസ് കറുവപ്പട്ടയും കൂടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കബ്സയുടെ പൗഡറാണ് കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ കബ്സയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കബ്സയുടെ അരിയാണ്. ഞാനിവിടെ 1 കിലോ അരിയാട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിന് 1 കിലോ അരി ആകുമ്പോഴാണ് ആ കറക്റ്റ് ഫ്ലേവർ ആയിട്ട് അതിലേക്ക് കിട്ടുക. അപ്പോൾ ഞാൻ അരി ഒരു 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കഴുകിയെടുത്തതാട്ടോ. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കബ്സ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയായിട്ടോ എടുക്കുന്നത്. ഞാൻ കബ്സ കൂടുതൽ ഉണ്ടാക്കാറ് വെളിച്ചെണ്ണയിൽ, അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ടോ ഒഴിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ നമ്മുടെ കുരുമുളക്, പിന്നെ നമ്മുടെ പച്ചമല്ലി, പിന്നെ കറാമ്പൂ, ഏലക്കായി, കറുവപ്പട്ട, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായിട്ട് തക്കാളിയും വെളുത്തുള്ളിയും നല്ല ജീരകം കൂടി നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ 2 ടീസ്പൂൺ കബ്സ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ മെയിൻ താരത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 ഭാഗം വെന്തിട്ടുള്ള ബീഫാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കുക്ക് ചെയ്താൽ മതി. എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 3/4 ഭാഗം വേവിച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി അതിലോട്ട് നമ്മുടെ
ബീഫ് വേവിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ അരി 2.5 ഗ്ലാസ് അരിയുണ്ട് നമ്മുടെ. അപ്പോൾ ഞാനിവിടെ 4.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഇവിടെ അളന്ന് വെച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അരി പൊട്ടിപ്പോവാതിരിക്കാനും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കപ്സ് ഇത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീട്ടിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.